വ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമേ ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരും. ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ദിസ് ഈസ് ദ സീസൺ ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. എനിക്കറിയാം, എന്നെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണ്. പെട്ടെന്നൊന്ന് വീട്ടിൽ ചെന്ന് ക്രിസ്മസ് ആഘോഷിച്ചാൽ മതി. പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെക്കാൾ അധികമായി ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇന്നല്ല എന്നും അങ്ങനെയാണ്. ഓണം കഴിയുമ്പോഴേ എനിക്ക് ക്രിസ്മസ് ആണ്. അമ്മേനെ ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അമ്മ മഞ്ഞ് പെയ്യാൻ തുടങ്ങി, തണുക്കളൊക്കെ ഉണ്ട്, ക്രിസ്മസ് ആവാറായി. കേൾക്കുമ്പോ ഭ്രാന്ത് പോലെ തോന്നുന്നുണ്ടാവും. അമ്മയും ചോദിക്കും, നിനക്ക് എന്താ പോലെ ഭ്രാന്തായോ, ഓണം പോലെ കഴിഞ്ഞില്ലല്ലോ. എന്താണെന്നറിയില്ല, ക്രിസ്മസിന്റെ കേൾക്കുമ്പോ വളരെ വലിയൊരു ഇമോഷനൊക്കെ പോലെ തോന്നുന്നു. ഒരു വർഷത്തില് ഞാൻ ഇത്രയും അക്ഷമയായിട്ട് ഏതെങ്കിലും സീസണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്മസിനായിരുന്നു. അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടുന്ന, പകലുകളേക്കാൾ രാവുകൾക്ക് ദൈർഘ്യം കൂടുന്ന, ചന്ദ്രക്കല പാൽനിലാവിൽ കുളിച്ചു നിൽക്കുന്ന, മരം കോച്ചുന്ന മഞ്ഞ് പെയ്യുന്ന ആ കാലം ആഗതമായിരിക്കുന്നു. ഇഷ്ടങ്ങൾക്ക് രുചിക്കൂടുകളെ ചില്ലുപുരണിയിൽ അടച്ചു വെച്ച് നോമ്പ് നോറ്റ് പ്രാർത്ഥനയും സുഹൃതവുമായി പുണ്യയേശുവിനെ വരവേൽക്കാൻ പ്രകൃതിക്കൊപ്പം നാമും ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ ദിവസവും ക്രിസ്മസ് കഴിഞ്ഞ് പാതിരാ കുർബാന കഴിഞ്ഞ് എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായാലും ഞാൻ എപ്പോഴും പപ്പയുടെ കൈ പിടിച്ചാൽ നടക്കത്തുള്ളൂ. അതിപ്പോ എത്ര ആഘോഷം ഉണ്ടെങ്കിലും പപ്പയുടെ കൈ പിടിച്ചാൽ നടക്കത്തുള്ളൂ. അന്ന് 10-12 സമയമായി കാണും. പക്ഷെ എന്നാൽ പകലിനേക്കാളും വെളിച്ചം കൂടുതലായിരിക്കും ആ രാത്രി. കൂട്ടിനാണെങ്കിൽ അമ്പിളിമാമൻ മാത്രമല്ല, ഒരു 10 നക്ഷത്രങ്ങളുണ്ടാവും. ചുറ്റിലും നിശബ്ദത, മനസ്സിലാണെങ്കിൽ അതിയായ ശാന്തത. ആ നിമിഷം പപ്പയുടെ കൈ കൂടുതൽ മുറുക്കെ പിടിച്ച് ഞാൻ എന്നോട് തന്നെ പറയും, ജീവിതത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ടൈം ഇതാണ്. ഞാൻ എന്നോട് തന്നെ അതായത് ഞാൻ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാനാണ് ഉണ്ണിയേശു, പപ്പയാണ് ഔസേപ്പിതാവ്. ഉണ്ണിയേശു അമ്മയ്ക്ക് മുതലൊന്നല്ല, പക്ഷെ എന്നാലും ഉണ്ണിയേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ന്യൂ ബർത്ത് കൊടുക്കുന്ന സമയമാണ്. ഇതൊന്നുമല്ല ഏറ്റവും വലിയ ടാസ്ക്. നോമ്പ് നോറ്റ് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഈശോനെ സ്വീകരിച്ചിട്ട് പിന്നെ ലൈഫ് ലോങ് ഈശോനെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ. യേശുവിന് ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ല, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇല്ല, പാവപ്പെട്ടവരെന്നോ പണക്കാരനോ ഇല്ല. ഇത്ര പറയുന്നുള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. യേശു എങ്ങനെയാ സ്നേഹിച്ചതെന്ന് അറിയാലോ? തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഒരു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നവരാണ്. സ്വന്തം ജീവിതം ബലിയായി നൽകി മനുഷ്യകുലത്തെ രക്ഷിച്ചവരാണ്. അതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് ദുഃഖമാവുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തെ വേണ്ടെന്ന് വെക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അത് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഏറ്റവും പവിത്രതയോടെ യേശുവിനെ മനസ്സിൽ സ്വീകരിക്കാനും ആ ചൈതന്യത്തോടെ മറ്റുള്ളവരോട് സന്തോഷത്തോടെ പെരുമാറാനും നമുക്ക് സാധിക്കട്ടെ. തിരുപ്പിറവിയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു.